നമസ്കാരം, ഞാൻ സിന്ധു അരുൺ. കഴിഞ്ഞ വീഡിയോയിൽ പാദമേ തുണൈ പരമശിവ എന്ന വലച്ചി രാഗത്തിലുള്ള കൃതിയുടെ പല്ലവി നോക്കിയിരുന്നു. ഇന്ന് നമുക്കതിൻ്റെ അനുപല്ലവി നൊട്ടേഷൻ ഒന്ന് നോക്കാം. ഇതൊരു ആദിതാള കൃതിയാണ്. ഞാൻ അതിൽ അറിയാതെ രൂപകം എന്നാണ് പറഞ്ഞിരുന്നത്, അറിയാതെ വന്നു പോയതാണ്. അപ്പോൾ ഇതൊരു ആദിതാള കൃതിയാണ്. നമുക്കിതിൻ്റെ അനുപല്ലവി ഒന്ന് നോക്കാം. ഗീതമേ മുഴങ്കും തിരുമയിലാപുരി. ഇത് റിപ്പീറ്റ് ചെയ്ത് പാടുമ്പോൾ സംഗീതമേ മുഴങ്കും എന്ന് പാടും. ഉറയും കൃപാനിധേ ഇറൈവ കപാലി ഉൻ. അതാണ് അനുപല്ലവി വരുന്നത്. പിന്നെ പാദമേ തുണയെന്ന് പല്ലവിയിലേക്ക് പോകും. ഗീതമേ മുഴങ്കും തിരുമയിലാപുരി, ഗീതമേ മുഴങ്കും ദപദനി സാസസ, ഗീതമേ മുഴങ്കും തിരുമയി സഗസസ ലാപുരി സനിദവദനി സാ, തിരുമയിലാപുരി ഗീതമേ മുഴങ്കും തിരുമയിലാപുരി. അടുത്തത് സംഗീതമേ മുഴങ്കും, സംഗീത സാസനി നിദപ, സംഗീത മേയെ മുഴങ്കും, മേയമു പവദനി മേയമു രംഗും, സഗ സഗ രംഗും, സംഗീതമേ മുഴങ്കും തിരുമയിലാപുരി, തിരു സഗപദ മയി സഗപദ കസാസ, തിരുമയില സനിദപ ധനി സാ ലാപുരി സംഗീതമേ മുഴങ്കും തിരുമയിലാപുരി. ഇനി അടുത്ത വരിയിലേക്ക് പോകാം. ഉറയും കൃപാനിധേ, ഉറയും 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 സസസസനി, ഉറയും കൃപാ നീ നിദപഗ നിധേ നിദ. അവിടെയും സ്വരാക്ഷരമാണ് വരുന്നത്. നിദ നിധേ, ഉറയും കൃപാ നിധേ ഇറൈവ ദാസനി നിദ ദ ഇറൈവ ദാസനി ദവ ഇറൈവ കപാലി ഉൻ നൽപ, ഇറൈവ കപാലി ദവ ഗസ ഗ, ഇറൈവ കപാലി ഉൻ കപാലി ദവ ഗസ ഗ പാലി ഉൻ. ഉറയും കൃപാനിധേ ഇറൈവ കപാലി ഉൻ പാദമേ തുണൈ. ഉറയും കൃപാനിധേ ഇറൈവ കപാലി ഉൻ പാദമേ തുണൈ പരമ ശിവ. பயங்கர பவக்கடல் அமைந்துடல் எனக்குன
ചരണം നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം.